ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഒരു ആംപ്ലിഫയർ നമ്മളെ സബ്സ്ക്രൈബർ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിന് ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ അഡ്രസ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മളെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് നമ്പർ. അപ്പോൾ ആള് വാട്സാപ്പിൽ വിളിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മൂപ്പർക്ക് പറ്റാണ്ടായ മൂപ്പര് നമുക്ക് അയച്ചു തന്നാണ്. അപ്പോൾ മൂപ്പര് അഡ്രസ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആംപ്ലിഫയർ അസംബിൾ ചെയ്യണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിലോ, നമ്മൾ അഡ്രസ്സിൽ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അസംബിൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് തിരിച്ചയക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങളെ മുന്നിലാണ് ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയിൽ നിന്ന് കണ്ടിട്ട് കമൻറ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അത് നോക്കിയിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പെട്ടി തുറന്ന് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. അപ്പോൾ സൈഡത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് തുറന്ന് നോക്കി നോക്കാം. പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോക്സിൽ. അതേപോലെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്, കട്ടക്കറാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പെട്ടിയിൽ നിന്ന് സാധനം പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഫ്രണ്ട് ഡൈലും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്, അതേപോലെയാണ് കാണാനുള്ളത്. ഈ ബോക്സിൽ എന്താണെന്ന് അറിയില്ല, നോക്കി നോക്കണം. ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് ഡൈലും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു ക്യാബിനാണ്. ഇതേപോലെയാണ് അതിൻ്റെ ഉള്ളിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല 2 ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആംപ്ലിഫയറുകളോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ വാട്സപ്പ് നമ്പർ ഈ കാണുന്നത്. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇതാണ് നമ്മളെ സ്ഥലം, കുന്നംകുളം, വടക്കാഞ്ചേരി റോഡ് കുന്നംകുളമാണ്. അപ്പോൾ നമുക്ക് കൊറിയർ ഈ അഡ്രസ്സിലാണ് നമുക്ക് വരാറ്. അപ്പോൾ അത് കാരണം ഈ അഡ്രസ്സിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ അയക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് അവിടുന്ന് പോയിട്ട് കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാനോ അങ്ങനെ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ അയച്ചാൽ മതി. അപ്പോൾ നമ്പർ ചോദിക്കുന്നവരോട് പിന്നെ നമ്മളെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നമ്മളെ നമ്പർ കിട്ടും. അപ്പോൾ അല്ലാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിലിരുന്ന പച്ച ബോക്സാണ് ഈ കാണുന്നത്. പച്ച ബോക്സിൽ ഇതേപോലെ തുറന്നപ്പോൾ ഒരു സറൗണ്ട് ബോർഡ്, പഴയ മോഡലൊരു സറൗണ്ട് ബോർഡാണിത്. അപ്പോൾ ഇതിൽ നമ്മളെ 7805 7812 2 റെഗുലേറ്റർ ഐ സി വെച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് ഈ ബോർഡിൻ്റെ. അപ്പോൾ അതേപോലെ ഒരു ഐ സിയുടെ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഐ സിയുടെ നമ്പർ. അപ്പോൾ അതിൽ സറൗണ്ട്, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ മൂവി, മ്യൂസിക് അങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട്. നമുക്ക് സ്വിച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള സെറ്റപ്പ് കൊടുക്കാം. പിന്നെ ബാസ്, ട്രബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാലൻസ്, സറൗണ്ടിൻ്റെ ഒക്കെ പ്രീസെറ്റാണ് ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 IC ആണ് വരുന്നത്. അപ്പോൾ അതേപോലെയാണ് ഇൻപുട്ട്, സറൗണ്ട്, ഹോം തിയേറ്റർ സിസ്റ്റം അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. GM എന്നാണ് ബോർഡിൻ്റെ പേര് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മീതുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു USB ബോർഡ്, ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന USB ബോർഡ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് USB ബോർഡ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ പുതിയൊരു G സ്റ്റാറിൻ്റെ ഏതെങ്കിലും നല്ലൊരു ബോർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സബ് ഫിൽറ്ററിൻ്റെ ബോർഡാണിത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരില്ല, ഇതിൽ ഓൾറെഡി ബോർഡുള്ള കാരണം. അപ്പോൾ നോക്കി നോക്കാം, പറ്റാനില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് ഏതെങ്കിലും ബോർഡ് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. പിന്നെ വയർ ടൈ, അതുപോലെ സെനർ ഡയോഡ്, റെസിസ്റ്റർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, AC കോഡ്, കൺട്രോളിൻ്റെ നോബ്, കൺട്രോള്, നെട്ടും ബോൾട്ട്, കപ്പാസിറ്റർ ഇതിൽ കിടക്കുന്നുണ്ട്. അതപ്പോൾ എന്തിനുള്ളതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ കിടക്കുന്നുണ്ട്, 6300 UF-ൻ്റെ കപ്പാസിറ്ററാണ് കിടക്കുന്നത്, 63 വോൾട്ട്. പിന്നെ LED കാര്യങ്ങളൊക്കെ ഈ ബോക്സിലുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ബാക്കി ആംപ്ലിഫയറിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് മൊത്തം നമുക്ക് 7 IC വെച്ചിട്ടുള്ളൊരു ബോർഡാണ്, 2030-ൻ്റെ ബോർഡാണ് 7 IC വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും നമ്മളെ സാധാരണ ഒരു നോർമൽ 2030-ൻ്റെ ബോർഡ് സബിനടക്കം ഉള്ളത് 2 IC ബ്രിഡ്ജ് ചെയ്തിട്ടാണ് സബിന് വരുന്നത്. അപ്പോൾ അങ്ങനെ 2030-ൻ്റെ ബോർഡാണ് TDA.
അപ്പോൾ അത്രയും പോകുന്നൊരു ബോർഡ് 12 വോൾട്ട് സപ്ലൈ ആണ് അതിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 12 വോൾട്ടിനുള്ള ട്രാൻസ്ഫോമർ ഈ മെയിൻ ബോർഡിനുള്ള ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മളെ 12 വോൾട്ട് 3 ആംപിയർ ആണ് ട്രാൻസ്ഫോമർ. പിന്നെ ഈ കാണുന്നത് 18 വോൾട്ടാണ് 1 ആംപിയർ ആണ് ട്രാൻസ്ഫോമർ. പിന്നെ അതേപോലെ രണ്ടിലും കപ്പാസിറ്റർ 4700 ആണ് കൊടുത്തിട്ടുള്ളത് 25 വോൾട്ട്. അപ്പോൾ ഈ 25 വോൾട്ട് നമുക്ക് മാറ്റണം. 24-25 വോൾട്ടിൻ്റെ അടുത്ത് ഓൾറെഡി ഈ 12 വോൾട്ട് ബ്രിഡ്ജ് 18 വോൾട്ട് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഓൾറെഡി വരും. അപ്പോൾ അത് നമുക്ക് മാറ്റണം. ഈ 2 കപ്പാസിറ്റർ എടുത്തിട്ട് നമുക്ക് ഈ 12 വോൾട്ടിൻ്റെ സപ്ലൈയിൽ ബ്രിഡ്ജിങ്ങിന് നമുക്ക് കൊടുക്കാം മെയിൻ ബോർഡിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലേശം കറണ്ടിൻ്റെ ഒരു ചെറിയൊരു ശക്തി ഉണ്ടാവും 4 കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം ആംബിയർ പോലെ പെട്ടെന്ന് ഡിമ്മാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ലേശം കൂടി ഇത് കിട്ടും. അല്ലാതെ വാട്ട്സ് കൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ലേശം എല്ലാ സ്പീക്കറുകളും കൂടി വർക്ക് ചെയ്യുമ്പോൾ ഓവറായിട്ട് കറണ്ട് ഡിമ്മാവാണ്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും. പിന്നെ ഇതിലുള്ള ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സറൗണ്ടിൻ്റെ ബോർഡ്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള ഈ ബോർഡ്. അപ്പോൾ അതിൽ 2 ICയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് IC. അപ്പോൾ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് 2 സെയിം IC തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ എഫക്റ്റീവ് എന്നാണ് ഇതിൻ്റെ പേര് എന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പേര് കാണാനുള്ളത്, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ 24 വോൾട്ടാണ് 24 ആണ് ഇതിൻ്റെ വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് പിന്നെ ബാസ് ട്രബിള്. അപ്പോൾ ബാസ് ട്രബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ട്രബിള് 2 ബാസ് 2 ചാനലിനുള്ളത്. പിന്നെ അത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ മീതുള്ളത്. ബോർഡ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ബോർഡ് കണക്ഷൻ ചെയ്യണ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്തോരം ഉണ്ടെന്ന് നമുക്കറിയില്ല, നമ്മൾ ഉപയോഗിക്കാത്ത കാരണം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു RCA സോക്കറ്റിലേക്ക് കണക്ഷൻ കൊടുക്കണം, ഇൻപുട്ട് കൊടുക്കാനുള്ളത്. പിന്നെ അതിലുണ്ടായിരുന്ന വെള്ള ബോക്സിൽ നിന്നുണ്ടായിരുന്ന ഫാനാണിത്. അത് ഇതിലേക്ക് തന്നെ കറക്റ്റ് സൂട്ടായിട്ടുള്ള ഫാനാണ്. അപ്പോൾ പിന്നെ അതേപോലെ കൺട്രോളുകൾ 100 കൺട്രോൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൺട്രോളുകളും. അപ്പോൾ കൺട്രോളുകളുടെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഈ ട്രാൻസ്ഫോമർ ഒന്ന് തിരിച്ചു വെക്കണം. അപ്പോൾ അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എളുപ്പത്തിന്. അപ്പോൾ AC ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഫ്യൂസ് ഹോൾഡറും വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അടിപൊളി വർക്കിംഗ് ആക്കിയിട്ട് തിരിച്ച് തന്നെ നമുക്ക് വിട്ടുകൊടുക്കാനുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്ക് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.